السلام عليكم. إن الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. മഗ്‌രിബിന് മുമ്പ് നാം പറഞ്ഞ് നിർത്തിവച്ചത് ആരാധന എന്നുള്ളത് അല്ലാഹുവിന് മാത്രമായിരിക്കണമെന്നും വിശിഷ്യ ആരാധനയുടെ പ്രധാനപ്പെട്ടത് എന്ന് പറയപ്പെടുന്ന പ്രാർത്ഥനയും അല്ലാഹുവിൽ പരിപൂർണമായും അർപ്പിച്ചു കൊടുക്കുന്നതായിരിക്കണം. അല്ലാഹു അല്ലാത്തവരോട് മറ്റുള്ളവരോട് ദുആ ചെയ്താലും പ്രാർത്ഥിച്ചാലും അത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതല്ല എന്ന് മാത്രമല്ല, നാളെ പരലോകത്തവൻ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നുള്ളതും സത്യമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല കൽപ്പിച്ച കൽപ്പന പോലും പരിശുദ്ധ ഖുർആനിന്റെ 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 65-ാമത്തെ ആയത്തിലൂടെ وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. وَلَقَدْ أُوحِيَ إِلَيْكَ അല്ലയോ റസൂലേ, അങ്ങേക്കിതാ വഹി നൽകിയിരിക്കുന്നു. وَإِلَى الَّذِينَ مِنْ قَبْلِكَ അങ്ങയുടെ പൂർവികരായി കടന്നു വന്ന ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ അവർക്കും വഹി നൽകിയിട്ടുണ്ട്. റസൂലേ, ലഇൻ അശ്റക്ത താങ്കളെങ്ങാനും ബഹുദൈവാരാധന ചെയ്തു പോയാൽ ലയഹ്ബതന്ന അമലുക താങ്കളുടെ സകലമായ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. റസൂലേ, വലതകൂനന്ന മിനൽ ഖാസിരീൻ അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകും. റസൂലേ, പ്രവാചക താങ്കളാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതെങ്കിൽ, അങ്ങ് ബദറിന്റെ രണാങ്കണത്തിലൂടെ ത്യാഗങ്ങളെ സഹിച്ചിട്ടുണ്ടെങ്കിൽ, ഉഹുദിന്റെ രണാങ്കണത്തിൽ അങ്ങയുടെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ കവിളത്ത് ആണി തറച്ചിട്ടുണ്ടെങ്കിൽ, റസൂലേ ഇതൊന്നും നാം പരിഗണിക്കുന്നതല്ല. വലതകൂനന്ന മിനൽ ഖാസിരീൻ അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. റസൂലേ, അത്രയും ഗൗരവം ഈ ഒരു വിഷയത്തിൽ അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയും ഗൗരവം അല്ലാഹു തആല ഈ വിഷയത്തിലൂടെ നൽകി. അതുകൊണ്ട് എന്റെ സഹോദരന്മാരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത് സംഭവിക്കാതെ അല്ലാഹു അല്ലാത്തവരോട് ആരാധനകൾ അർപ്പിച്ചവനുണ്ടോ, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തവരുണ്ടോ, ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന വമഅവാഹു നാർ അവന് സ്വർഗമെന്നുള്ളത് അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. അവന്റെ സങ്കേതം അത് നരകമാണ്, അവന്റെ സങ്കേതം അത് നരകമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളും പ്രമാണബദ്ധമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. മുജാഹിദുകളെ സംബന്ധിച്ച് ജനങ്ങളൊക്കെ കാഴ്ചപ്പാട് അവർ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തവരാണ്, നബിയുടെ പേരിൽ അവർക്ക് സ്വലാത്തില്ല എന്നൊരു തെറ്റിദ്ധാരണയാണ് ജനങ്ങൾക്കുടനീളം കാണപ്പെടുന്നത്. പക്ഷെ എന്റെ സഹോദരന്മാരെ ആലോചിക്കണം, ഞാൻ എന്റെ പ്രഭാഷണങ്ങളിൽ എത്ര തവണ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ഹംദിലൂടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് പ്രഭാഷണം ആരംഭിച്ചത്. മുജാഹിദുകൾ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. പക്ഷേ സ്വലാത്ത് കൊണ്ടുള്ള കച്ചവടങ്ങളോ സ്വലാത്ത് തട്ടിപ്പുകളോ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കില്ല. വെറും 6 കൊല്ലങ്ങളായി തുടങ്ങിവെച്ച മലപ്പുറം ജില്ലയിലെ കോണോമ്പാറ സ്വലാത്ത് നഗറിന് മുജാഹിദുകൾ എതിരാ. കാരണം എന്ത്? അത് റസൂലിന്റെ മാതൃകയില്ല, പുത്തൻ ആചാരമായി വന്നതാണ്. മാത്രമല്ല, നിങ്ങൾക്കറിയുമോ, 2 ഏക്കർ വരുന്ന സ്ഥലത്തെ ആരാന്റെ പേരിലുള്ള സ്ഥലങ്ങളെ വഖഫ് ചെയ്യിച്ചു. എവിടെ? മലപ്പുറം ജില്ലയിലെ കോണോമ്പാറ സ്വലാത്ത് നഗറിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ അവിടുന്ന് വഖഫ് ചെയ്തിട്ട് രണ്ടാമത് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഏക്കർ കണക്കിന് ചെയ്യാൻ കഴിയാത്തവര് സെന്റ് കണക്കിന് ചെയ്യാൻ.
ഒരിക്കൽ വഖഫ് കഴിഞ്ഞ് അതിന്റെ മേലെ അടുത്ത വഖഫ് സെന്റ് കണക്കിന്, അതും കഴിഞ്ഞ് അതിനും പാകമില്ലാത്തവരോട് അവനവൻ ഇരിക്കുന്ന സ്ഥലമെങ്കിലും വഖഫ് ചെയ്യണമെന്ന് എന്റെ സഹോദരന്മാരെ ആലോചിക്കും. വഖഫ് ചെയ്യാനുള്ള അടിസ്ഥാന മാനദണ്ഡം ഒന്ന്, അവനവന്റെ പേരിലുള്ള സ്ഥലമായിരിക്കണം. മറ്റൊരാളുടെ പേരിലുള്ള സ്ഥലം ഇയാളെ കൊണ്ട് വഖഫ് ചെയ്യിക്കുന്ന ഏത് നെറികെട്ട ആദർശമാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം കച്ചവടങ്ങളോടെതിരാ. മാത്രമല്ല സലാത്തുകൾ എന്നുള്ളത് നിങ്ങൾക്കറിയാമോ, നാരിയ സലാത്ത്, താജ് സലാത്ത്, കമാലിയ സലാത്ത് തുടങ്ങിയ 100 വരുന്ന സലാത്തുകളില്ലേ, ഇതൊക്കെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുകയാണ്. മുജാഹിദുകൾ അംഗീകരിക്കുന്ന സലാത്തുണ്ട്, അതേതാണെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സലാത്താണ്. അതെ, പരിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങിയപ്പോ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലയോ വിശ്വാസികളായ ആളുകളെ, നിങ്ങൾ അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്തും സലാമും ചൊല്ലണേ, സലാത്തും സലാമും ചെല്ലണേ എന്ന് ആയത്തിറങ്ങിയപ്പോ റസൂലിന്റെ അടുക്കൽ സഹാബികൾ വന്ന് പറയുന്ന, നബിയേ, അങ്ങയോട് എങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന് അങ്ങ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ എങ്ങനെയാണ് സലാത്ത് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് സാക്ഷാൽ സലാത്തുൽ ഇബ്രാഹിമിയ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന സലാത്തുൽ ഇബ്രാഹിമിയ അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുക്കുക. അതാണ് മുജാഹിദുകൾ ചൊല്ലുന്ന സലാത്ത്. ഇനി സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ, ആധുനിക കാലഘട്ടത്തിൽ കടന്നു വന്ന പുതിയ പുതിയ സലാത്തുകളില്ലേ, ആ സലാത്തുകളും ഒറിജിനൽ റസൂൽ പഠിപ്പിച്ച സലാത്തും അവ രണ്ടും മുമ്പിൽ വെച്ചുകൊണ്ടൊരു താരതമ്യ പഠനത്തിന് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച സലാത്ത് മുഴുവനും അല്ലാഹുവിനോട് അവന്റെ റസൂലിന് ഗുണം ചെയ്യുവാനുള്ള തേട്ടമാണെങ്കിൽ ആധുനികമായ സലാത്തുകളുണ്ടോ, അത് മുഴുവനും നമുക്ക് വേണ്ടി റസൂലിനോട് പ്രാർത്ഥിക്കല. അത് നാരിയ സലാത്താണെങ്കിലും താജ് സലാത്താണെങ്കിലും اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹുവേ, നീ പരിപൂർണമായ ഗുണവും രക്ഷയും നീ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക് നൽകണമേ. ഇനി പറയുന്നത് എങ്ങനത്തെ നബിയാണെന്നോ, അല്ലദീ തൻഹല്ലു ബിഹൽ ഉഖദ്, കെട്ടുകളിൽ നിന്ന് ഊരിത്തരുന്ന റസൂലാണ്. വതുനാലു ബിഹിർ റായിബ, പ്രവാചകനെ കൊണ്ടാണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നത്. റസൂലിനോട്, റസൂലിനെ കൊണ്ട് ആഗ്രഹം സഫലീകരിക്കപ്പെടാൻ, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന റസൂലിനെ കൊണ്ടാണ്. ഇത് റസൂല് പഠിപ്പിച്ചില്ല. ഇത് നാരിയ സലാത്ത, ഇത് റസൂല് പഠിപ്പിച്ച സലാത്തല്ല. റസൂല് പഠിപ്പിച്ച സലാത്തിൽ അല്ലാഹുവിനോട് റസൂലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാ. ഇത് നമ്മളിങ്ങനെ തേടാൻ ഹുബിയദി കല്ലതു ഹീലതി വഅദിർകിനി യാ റസൂലല്ലാഹ്, എന്റെ സൂത്രമൊക്കെ പൊളിഞ്ഞുപോയി റസൂലേ, കല്ലത്ത് ഹീലത്തി, എന്റെ സൂത്രങ്ങളൊക്കെ ചുരുങ്ങിപ്പോയി. ഹുബിയദി, എന്റെ കൈക്കൊന്ന് പിടിക്കണേ. വഅദിർകിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെ ഒന്ന് സ്വീകരിക്കണേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന സലാത്തല്ല. ഇത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ നിരത്തി വെച്ചാൽ ഇങ്ങനെ ഒരു സലാത്ത് കാണാൻ കഴിയുമോ? സലാത്തുകൾ മുഴുവനും സഹോദരന്മാരെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനായി ആണ്. ഞാൻ പറയും, ഇവിടെ എന്റെ പകരം നടക്കുന്നത് ഒരു വാളാണെങ്കിൽ ആ പാതിര വാതിൽ ലേലം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മറുമരുന്നാണ് സലാത്ത് എന്നുള്ളത്. സാധനങ്ങൾക്ക് വില വളരെ കുറഞ്ഞു വരുമ്പോ സ്റ്റേജിൽ ഇരിക്കുന്ന ആള് ഒരു കോഴിമുട്ടെടുത്ത് ഒരു താജ് സലാത്തൊക്കെ ചൊല്ലി, സാഹിബ് താജ് വൽ മെഹറാജ് വൽ ബുറാഖ് വൽ അലം എന്നൊക്കെ ചൊല്ലി നോദിയിട്ട്
അത് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുമ്പോ റസൂലിന്റെ പേരിൽ സലാത്തൊക്കെ ചൊല്ലിയ കോഴിമുട്ടയാണ് നിങ്ങൾ പരമാവധി വിലക്ക് വിളിച്ചെടുക്കുക. എന്നിട്ട് അതിന്റെ ആളുകളെ കൊണ്ട് വിളിക്കുന്ന സാധു വിളിച്ച് 50, 200, ഒരു 3 രൂപയുടെ കോഴിമുട്ട എന്ന് ആലോചിക്കണം. 300, 313 ആരെങ്കിലും വിളിച്ചാൽ ഉടനെ തന്നെ സ്നേഹമെന്ന് ഇലാഹി സല്ലിമില്ലുമ്മ മിനൽ ആഫാതി വന്നിക്മ വമിൻ ഹമ്മി വമിൻ നമ്മ ബിഅഖ്ലിൽ ബദീരി യാ അല്ലാഹ്. ബദരീങ്ങളുടെ നമ്പറാണ് കേട്ടോ. ഇത് വിളിച്ചെടുത്ത സഹോദരന് നീ ശിഫ നൽകണേ അല്ലാഹ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സലാത്തുകളാ. എന്റെ സഹോദരന്മാർ ഇതൊന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. സലാത്തിന് ഇല്ലാത്ത കഥകളും ഇല്ലാത്ത പോരിശുകളും ജനങ്ങളെ കൊണ്ട് തെറ്റായ രീതിയിലൂടെ ചൊല്ലിപ്പിക്കുക. നിങ്ങൾക്കറിയോ, മവാഹിബുൽ സലിയ എന്ന് പറയുന്ന പദ്യശതലത്തിലൂടെ സലാത്തിന്റെ പോരിശ് കൊടുത്തതാ. ആദം നബിയുള്ളാഹി മഹർ കൊടുത്തത് തിരുമുസ്തഫ നബി മേൽ സലാത്താണ് 20. ആദം നബി ഹവ്വാ ബീവിക്ക് നിക്കാഹ് കഴിക്കാനായി മഹർ കൊടുത്തത് മുഹമ്മദ് നബിയുടെ മേലെ 20 സലാത്തായിരുന്നു. എത്ര വലിയ തെറ്റ സഹോദരന്മാരെ. ഇനി നിക്കാഹ് കഴിച്ചു കൊടുത്ത ആരാ നിന്നെ നാളെ പറയാതിരുന്നാ മതി. ഇങ്ങനെ ഒരു വലിയ അബദ്ധം. സലാത്ത് മഹർ കൊടുത്തു. മുഹമ്മദ് നബി വരുന്ന ഏറ്റവും അവസാനത്തിലല്ലേ, തീർന്നില്ല. മൂസാ നബിയുള്ളാഹി ബഹറിലടിച്ചതാ, അതുകൊണ്ട് പിളരാതാദ്യമേ നിലകൊണ്ടതാ. എന്നിട്ട് റബ്ബിന്റെ യാസീൻ തങ്ങളിൽ ചൊല്ലേണ്ടതാണ് സലാത്ത് പിന്നീടടിയതിൽ. ക്ഷണം തന്നെ ചൊല്ലിയടിച്ചു. അപ്പോഴാണത് പിളർന്നിട്ട് ഇടയിൽ കൂടി കൗമ് കടന്നത്. മൂസാ നബി ബഹറിലടിച്ചപ്പോ കടല് പിളർന്നില്ല. അള്ളാഹുടെ കൽപ്പന വരികയാണ്, മുഹമ്മദ് നബിയിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അടിച്ചോ. സ്വലാത്ത് ചൊല്ലി അടിച്ചപ്പോഴാണ് കടല് പിളർന്നത്. അങ്ങനെയാണ് അവരതിലൂടെ രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോ പരിശുദ്ധ ഖുർആൻ മൂസാ നബിയുടെ പേരും മൂസാ നബിയുടെ ചരിത്രവും ധാരാളമായി പറഞ്ഞപ്പോ എന്തുകൊണ്ട് അല്ലാഹു തആല ഇത്തരം ഒരു വിഷയം പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ല? റസൂലിനോട് സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞില്ലേ? അത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടതെന്ന് റസൂല് പഠിപ്പിച്ചില്ലേ? അതും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇത്തരം കള്ളപ്പോരിശകളൊന്നും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ല, പരിശുദ്ധ ഖുർആനും പറഞ്ഞിട്ടില്ല. ഈ സ്വലാത്ത് കൊണ്ട് പണം വാങ്ങുന്നതിന്, സ്വലാത്ത് കൊണ്ട് കച്ചവടം ചെയ്യുന്നതിന്, ഇതിനെയാണ് മുജാഹിദുകൾ എതിർക്കുന്നത്. അതല്ലാതെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്തിനെ ഒരിക്കലും എതിർക്കുന്നില്ല. ഇതൊക്കെ പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അതുപോലെ തന്നെ മൗലിദാണെങ്കിലും നമ്മൾ വിചാരിക്കും റസൂലിനെ മദ്ഹ് ചെയ്യുകയല്ലേ. മദ്ഹ് ചെയ്യുന്നതിന് മുജാഹിദുകൾക്ക് എന്താ എതിരെ? ഞങ്ങൾ എതിരല്ല, മദ്ഹ് ചെയ്യുന്നതിനെതിരല്ല. പക്ഷെ ഇതിനൊരു ആചാരമാക്കുന്നതിനെയും മദ്ഹിന്റെ പേരിൽ ദമ്മുകൾ കൊണ്ടുവരുമ്പോ അഥവാ റസൂലിനെ നിന്ദിക്കുമ്പോ, ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോ, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തൗഹീദിന് വൈരുദ്ധ്യമായി ശിർക്കുകൾ പറയുമ്പോ 100% അതിനെ എതിർക്കേണ്ടി വരുന്നു. അനാവശ്യമായിട്ടില്ലാത്ത മദ്ഹുകൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ റഅയ്തുമുൽ മദ്ദാഹീന ഫഅസു അലാ വുജൂഹിഹിം തുറാബ്. അവന്റെ മുഖത്തേക്ക് മണ്ണ് വാരി എറിയണേ. അമിതമായി മദ്ഹ് ചെയ്യുന്നവനെ കാണുമ്പോ അവന്റെ മുഖത്തേക്ക് മണ്ണ് വാരി എറിയണേ എന്ന് റസൂലുള്ളാഹ്. എത്ര മദ്ഹ് ചെയ്യാൻ സാഹചര്യമുണ്ട് റസൂലിന്റെ പേര്. പിന്നെ എന്തിനാ ഇല്ലാത്തത് പറയുന്നത്? ഇത് 300 കൊല്ലം കഴിഞ്ഞു വന്നൊരു ആചാരമാ. ഇസ്ലാമിന്റെ കാലത്തിന് പ്രവാചകന്റെ മരണത്തോടുകൂടെ ഇസ്ലാം പൂർണ്ണമായി. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മലിക്കുൽ മുദഫർ ധീരനായൊരു രാജന, ഹിർബൽ ഭരിച്ചവനാണ് മിസ്റ്റർ കമന. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ല. 300 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് വന്നത്. ആരാണതിനെ കൊണ്ടുവന്നത് എന്നറിയാമോ? ഹിജ്റ 300-ാം വർഷത്തിൽ ഹിർബലിന്റെ ഭരണാധികാരി മുദഫർ എന്ന് പറയുന്ന രാജാവ് കൊണ്ടുവന്നത്. അത് ഇസ്ലാമിന് പ്രമാണമാണോ? സഹോദരന്മാരെ ആലോചിക്കണം. ഇമാം സുയൂത്തി അൽ ഹാവിലിൽ ഫതാവയിലൂടെ രേഖപ്പെടുത്തിയതാ.
ഇമാം ഫാഖിയാനി അദ്ദേഹത്തിന്റെ അസ്നനുൽ മുബ്തദിഅത്തിലൂടെ ഈ വിഷയം പറഞ്ഞത് സ്വഹാബികൾ ചെയ്തിട്ടില്ല, താബികൾ ചെയ്തിട്ടില്ല, പണ്ഡിതന്മാർ ചെയ്തിട്ടില്ല, ഇത് കൊണ്ടുവന്നത് ശാപ്പാടി രാമന്മാരാണ് എന്നൊക്കെ ഇമാം ഫാഖിയാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ സഹോദരന്മാര് മനസ്സിലാക്കുക, അവസാനത്തെ സ്വഹാബി മരിക്കുന്നത് ഹിജ്റ 110 300 കൊല്ലം കഴിഞ്ഞു വന്ന ഇസ്ലാമിലേക്കില്ല. റസൂലിന് മധുവല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്നുവെങ്കിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇസ്ലാമിനെ പരിപൂർണമാക്കിയ ആയത്തോടിക്കൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാ, ഇനി ആരെങ്കിലും ഒരു കാര്യം കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹം പറയുന്നു, ഫഖദ് സൈമ അന്ന മുഹമ്മദൻ ഖദ് ഖാനത്തിർ റിസാല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു, റസൂല് വഞ്ചകനാണെന്നവൻ വാദിച്ചു പോയി. ആരെക്കുറിച്ചാ മുസ്ലിമേ ഈ പറയുന്നത്? മുഹമ്മദ് നബി വഞ്ചകനാണെന്നോ? അത് ഇസ്ലാം ഒരിക്കലും പൊറുക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് പുത്തനാചാരങ്ങൾ അത് വേലിക്ക് പുറത്താ. പുത്തനാചാരങ്ങൾ ഏതാണെങ്കിലും അത് വേലിക്ക് പുറത്താ. സഹോദരന്മാരെ, നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എവിടെ ഉദ്ധരിക്കുന്നുണ്ടോ അത് കേൾക്കുമ്പോൾ മനസ്സിന് അസ്വാസ്ഥ്യം ഉണ്ടാവുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ ഓതിത്തന്ന ഒരു വിഷയമാണ്. പരിശുദ്ധ ഖുർആനിന്റെ 41-ാം അധ്യായത്തിന്റെ 22-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല അബൂജഹലിന്റെ സംസ്കാരം പറഞ്ഞപ്പോ അവിടെ വളരെ കൃത്യമായി പറഞ്ഞു, അബൂജഹൽ അടക്കമുള്ളവർ പറയാറുണ്ടായിരുന്ന ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വല്ലൗ ഫീഹി ലഅല്ലകും തഅലിബൂൻ. ഈ ഖുർആനിന് നിങ്ങൾ കേട്ടുപോകണ്ട, അതിനെതിരെ നിങ്ങൾ കൂക്കിക്കൊള്ളുക എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പറഞ്ഞ അബൂജഹലിന്റെ സംസ്കാരമുണ്ടല്ലോ. 1500 സംവത്സരങ്ങൾക്ക് മുമ്പ് അബൂജഹൽ എന്ന് പറയുന്ന പ്രവാചകന്റെ ഇസ്ലാമിന്റെ ധിക്കാരിയായ ശത്രു അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത്, ഖുർആൻ നിങ്ങൾ കേൾക്കണ്ട, ഖുർആനിനെതിരെ നിങ്ങൾ കൂക്കിക്കൊള്ളുക എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ എന്ന് പറയുമ്പോ അല്ലേ എന്റെ സഹോദരന്മാരെ ആലോചിച്ച്, എന്തേ ഖുർആൻ പറയുമ്പോൾ ഇത്ര വലിയ വിഷമം വരുന്ന? പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ എന്തിനാ നമ്മുടെ മനസ്സിൽ വേദന വരുന്നത്? ഞാൻ നിങ്ങളോട് ഖുർആൻ അല്ലാത്ത ഏതെങ്കിലും കള്ളക്കഥകൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയും നിങ്ങൾ മുഴുവൻ അംഗീകരിക്കണമെന്ന വാദം എനിക്കില്ല, നിങ്ങൾ പഠിച്ചിട്ട് ചെയ്താൽ മതി. ഇവിടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഭരണത്തിന്റെ പ്രദേശങ്ങളിലൂടെ ആക്രമണം ചെയ്യുന്ന നിങ്ങൾക്കറിയാമോ? ഈ കേരളത്തിൽ മുഴുവൻ ഇത് ഇവിടെയൊന്നും മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ണൂർ വരെ കഴിഞ്ഞ ദിവസം സ്ത്രീകൾക്കെതിരെ കല്ലേറ് വന്നപ്പോ, എന്റെ പ്രഭാഷണത്തിനിടയ്ക്ക് സ്ത്രീകൾക്ക് നേരെ കല്ലേറ് വന്നപ്പോ ഉമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത ഒരു കൗമ കേരളത്തിലുണ്ട് എന്ന തിരിച്ചറിവാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്റെ സഹോദരന്മാർ, ഇത് ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുകയാ, എന്തിനാ നമ്മൾ ഇതിങ്ങനെ അങ്ങ് നിങ്ങൾ അറിയുമോ? കാസർഗോഡ് അല്ല, മംഗലാപുരം മുതൽ തിരുവനന്തപുരത്ത് നാഗർകോവിൽ വരെ പ്രബോധനം ചെയ്യുവാൻ അംഗീകാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മണ്ണിൽ ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ് 25, 26, 27 ഗണ്യകളിലൂടെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അതിനെ പ്രബോധനം ചെയ്യുവാനും അംഗീകാരം നൽകുന്ന മണ്ണിൽ ജനാധിപത്യത്തെ കയ്യിലെടുക്കുവാനുള്ള അധികാരം ആരാ ജനങ്ങൾക്ക് വേണ്ടി അധികരിച്ച് നൽകിയത്? ഇവിടെ മുസ്ലിം സമുദായം അറിയാതെ ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറുകയാ. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്നൊരു പോസ്റ്റർ കണ്ടാൽ അതിനെ പിച്ച് ചീന്തിക്കളയുന്ന ഒരു വിഭാഗം. നേരെ മറിച്ച് ദൈവമില്ല എന്നാണ് ഒരു പോസ്റ്റർ കാണുന്നതെങ്കിൽ കാലം നശിപ്പിക്കുമ്പോഴും ആ പോസ്റ്റർ അവിടെ നിന്നുകൊള്ളും. ഇവിടെ ഞാൻ പ്രസംഗിച്ചതിന്റെ അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അള്ളാഹു മാത്രം പ്രാർത്ഥിക്കണം, റസൂലിന്റെ പേരിൽ പ്രവാചകൻ പഠിപ്പിച്ച സലാത്ത് ചെല്ലണം. ഇത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ കല്ലേറുണ്ടാകുന്നുവെങ്കിൽ, നേരെ മറിച്ച് ഇവിടെ ദൈവമില്ല, നിരീശ്വരവാദികളുടെ സമ്മേളനം കണ്ണൂർ ജില്ലകളിൽ നടക്കുമ്പോ
അല്ലെങ്കിൽ ദൈവമല്ലാത്ത മറ്റുള്ളവരോട് ആരാധിക്കുവാൻ മറ്റുള്ള മതസ്ഥരിവിടെ പറയുമ്പോ അതിനെതിരെ ആർക്കും വിമർശമില്ല, അതിനോട് ആർക്കും വേദനയില്ല. എന്തുകൊണ്ട് മുസ്ലിം സമുദായം അറിയാതെ ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറി എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഖുർആൻ പഠിച്ച് സ്വീകരിക്കുക. സഹോദരന്മാരെ, എന്റെ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഇത്തരം ഓലപ്പാമ്പുകളെ കാണിച്ചുകൊണ്ട് പീഡിപ്പിച്ചാൽ ഇസ്ലാമി പ്രസ്ഥാനം പേടിച്ചു പോകുമെന്ന ഒരു ധാരണ എന്റെ സമൂഹത്തിൽ വേണ്ട. ജീവന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ തൗഹീദിന്റെ ശബ്ദം പറയാൻ അല്ലാഹുവിന്റെ റസൂൽ ത്വായിഫിന്റെ മണ്ണിൽ വെച്ച് കല്ലേറ് കൊണ്ടപ്പോ നെറ്റിയിൽ നിന്നും കാലിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകിയപ്പോ പിന്മാറാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ നിങ്ങളുടെ ആത്മീയ നേതാവ്, ആ നേതാവ് റസൂൽ ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വ ബോധമാണ് ഇവിടെ ഹാജരുള്ളവൻ ഹാജരില്ലാത്തവർക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കട്ടെ എന്ന ദഅവത്തിന്റെ പ്രാധാന്യം മനസ്സിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആരോടും പകപോക്കാനുള്ള അവസരങ്ങളില്ല, ആരോടും വാശി പിടിക്കാനുള്ള അവസരങ്ങളില്ല. ആ റസൂൽ ഏറ്റതിന്റെ ഒരൽപ്പം പോലും വർധനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്ന സന്തോഷം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ചരിത്രങ്ങളും സഹാബത്തിന്റെ ചരിത്രങ്ങളും അങ്ങ് ഫത്ഹായിന്റെ മലഞ്ചെരിവില് ഉമയ്യത്തിന്റെ കിങ്കരമാർ ചുട്ടുപഴുത്ത് മണലാരുണ്യത്തിലൂടെ മലർത്തിക്കിടത്തി നെഞ്ചത്തിലൂടെ കനവേറിയ പാറക്കല്ലും ഏറ്റുവെച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ആകാശഗോപുരങ്ങളിലേക്ക് കൈയുയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അഹദ് എന്ന് പറഞ്ഞുവെങ്കിൽ തന്റെ മാതാപിതാക്കൾക്ക് മുമ്പിൽ പീഡിപ്പിക്കപ്പെടേണ്ടി വന്നപ്പോ വാർന്നൊലിക്കുന്ന രക്തമായി കഴുകന്മാര് തലക്ക് മുന്നിൽ വട്ടമിട്ട് പറക്കുന്ന രംഗം വന്നപ്പോ ക്ഷമയോടുകൂടി നേരിട്ട സ്വഹാബത്ത് റസൂൽ അന്ന് പ്രാർത്ഥിച്ച പോലെ ത്വായിഫിന്റെ മണ്ണിൽ വെച്ച് 10 ദിവസം റസൂലിനെ കല്ലെറിഞ്ഞപ്പോ ഒരു മണിക്കല്ല് പോലും തിരിച്ചറിയാതിരുന്ന റസൂല് അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ എന്ന്. നാഥാ, ഇവർ അറിവില്ലാത്ത സമൂഹമാണ് നാഥാ, അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ച പോലെ അറിവില്ലായ്മ കൊണ്ട് അറ്റതുകൊണ്ട് എന്റെ സമൂഹം ഞങ്ങൾക്ക് നേരെ കല്ലെറിയുന്നെങ്കിൽ നാഥാ, ഞങ്ങൾക്ക് ഇതിൽ പരിഭവമില്ല, അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന്, അവർക്ക് നേർബുദ്ധി തോന്നിക്കണേ എന്ന ഒരു ചിന്തമാണ്. പക്ഷെ എന്റെ സഹോദരന്മാരെ ആലോചിച്ചോ, ചെയ്യുന്നവർ മാത്രമല്ല ചെയ്യിപ്പിക്കുന്നവർ കൂടെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന്. ആരിതിനു വേണ്ടി പ്രചോദനം നടത്തിയാലും ആരിതിനു വേണ്ടി പിന്നിൽ നിന്ന് പ്രേരണ കൊടുത്താലും അവർ മുഴുവനും റബ്ബിന്റെ മുന്നിൽ നാളെയുടെ പരലോകമെന്ന് പറയുന്ന മഹ്ശറ എന്ന് പറയുന്ന ഒരു നാളിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ഒരു യാഥാർത്ഥ്യ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അന്ന് റബ്ബ് വെറുതെ വിടില്ല, അന്ന് റബ്ബ് വെറുതെ വിടില്ല. ആരിതിന്റെ നേരെ കല്ലെറിഞ്ഞുവോ, ആര് തൗഹീദിന്റെ ശബ്ദം എതിർത്തുവോ, റബ്ബ് അവനെ വെറുതെ വിടില്ല എന്ന നാളെയുടെ പരലോകത്തിലെ ഉത്തമ ബോധമുള്ളവരാണ് ഞങ്ങൾ. അന്ന് ജഹന്നമുണ്ട്, നാറുണ്ട്, നരകമുണ്ട്. ഏതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തുവോ അത് മുഴുവനും വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുന്ന ആരെന്ന് അണുതൂക്കം നിലത്ത് വീഴുന്ന പഞ്ചസാരത്തിരി എടുക്കാൻ വരുന്ന ഉറുമ്പും കൂട്ടത്തിലെ നിസ്സാരമായ ഉറുമ്പിന്റെ ചെറിയൊരു കാലിന്റെ തൂക്കം ആര് നന്മ ചെയ്യുന്നവോ ആ നന്മ അവിടെ കൊണ്ടുവരപ്പെടുന്ന അത്രയും അളവാര് തിന്മ ചെയ്തുവോ ആ തിന്മയും അവിടെ ഹാജരാക്കപ്പെടുന്ന അതൊരു പാറക്കെട്ടിനുള്ളിലാണെങ്കിൽ പോലും അതിനെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ആ ഒരു നാള് എന്റെ സഹോദരന്മാര് മറക്കണ്ട. ഇത്രമാത്രം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളൂ. സഹോദരന്മാരെ, ഞാനിവിടെ എന്ത് പറയുന്ന വിഷയം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞ വിഷയം എന്താ? ഞാൻ നിങ്ങൾ ആരെയും പരിഹസിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ല. ഖുർആനും ഹദീസും ഉദ്ധരിച്ച് ഞാൻ വിഷയം പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമില്ലേ, നിങ്ങൾ അതിന് മറുപടി പറയാം. ജനങ്ങളോട് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു, അതുകൊണ്ട് സത്യാവസ്ഥ ഇന്നതാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതല്ല അതിന്റെ മാന്യമായ ബാധ്യത. ഈ ജനാധിപത്യ രാഷ്ട്രം ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് എന്ന ഒരു മതേതരത്വ കാഴ്ചപ്പാടുള്ള ഈ ഒരു രാഷ്ട്രത്തിലൂടെ ആരാ ഇവിടെ ഇസ്ലാമിന് ഭീഷണി? ആരാ? ഇത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, റസൂലിന്റെ പേരിൽ സലാത്ത് നിങ്ങൾക്ക് ചെല്ലാം. റസൂല് പഠിപ്പിച്ച സലാത്ത് അത് നമുക്ക് ആവുന്നത്ര ചെല്ലാം. മൻ സല്ല അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ. ആരെങ്കിലും എന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അതുകൊണ്ട് അല്ലാഹു തആല അവനെ 10 ഗുണം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവനുണ്ടോ അവൻ പിശുക്കനാണെന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ അതാണ് മുസ്ലിങ്ങളുടെ ബാധ്യത എന്നുള്ള. അതുപോലെ തന്നെ ജനങ്ങളോട് പറയുന്നവർ ദിക്ർ ചെല്ലാത്ത ആളുകളാണ്. എന്റെ സഹോദരന്മാരെ, ദിക്ർ ഞങ്ങളാരും എതിരല്ല. വദ്കുറുല്ലാഹ കസീറാ. ധാരാളമായി നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലണേ. ഒരുപാട് ദിക്റുകൾ ഞങ്ങൾ ചെല്ലുന്നുണ്ട്. നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ ഞങ്ങളും ചെല്ലുന്നവരാ. പിന്നെ
ദിക്ർ ഹൽക്കയെ എതിർക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ സന്ദർഭത്തിൽ അധിക ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വരുമ്പോ കുറച്ചാളുകൾ ഇങ്ങനെ പള്ളിയിൽ വട്ടമായിരുന്നു കൊണ്ട്, ഹൽക്കയായിരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ സംഘമായി ദിക്ർ ചൊല്ലുന്നുണ്ട്. ഓരോ തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോഴും അവർ കല്ലുകൾ നടുവിലേക്ക് ഒരു കുഴിയിലിട്ടുകൊണ്ട് എണ്ണി തിട്ടപ്പെടുത്തുന്നത് കണ്ടപ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചുവന്നുപോയി. മറ്റൊരു സഹാബിയെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇവരെ പള്ളിയിൽ നിന്ന് ആട്ടുവിടുമ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ഓർക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് അവിടുത്തെ വടി നുരുമ്പി പോയിട്ടില്ല, അവിടുന്ന് ധരിച്ചതായ വസ്ത്രം നുരുമ്പി പോയിട്ടില്ല. അതിനു മുമ്പ് പ്രവാചകൻ പഠിപ്പിക്കാത്ത ആചാരങ്ങളെ കൊണ്ടുവരികയാണോ? മരിച്ചിടത്ത് നിങ്ങൾ 70,000 ദിക്ർ ചൊല്ലിയിട്ടോ അതിന്റെ പേരിൽ പണം വാങ്ങുമ്പോ മുജാഹിദുകൾ അതിന് എതിരാണ് കേട്ടോ. ദിക്റിന്റെ പേരിൽ കച്ചവടം ചെയ്യുമ്പോ ഇസ്ലാമിൽ കച്ചവടങ്ങളില്ല. വലാ തസ്തറൂ ബിആയാതി സമനൻ ഖലീല, നിസ്സാരമായ വിലക്ക് വേണ്ടി എന്റെ ആയത്തുകൾ നിങ്ങൾ കച്ചവടം ചെയ്യല്ലേ. ഇത് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറയുമ്പോ ഈ കച്ചവടങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം എതിരാ അല്ലേ? അപ്പൊ അതാണ് അതിന്റെ വിഷയം. റസൂലിന്റെ മദ്ഹ് ചെയ്യുന്നതിനും എതിരില്ല. എത്ര സന്ദർഭങ്ങളിൽ നിങ്ങൾ മദ്ഹ് ചെയ്ത് മുജാഹിദ് മദ്രസകളുടെ പാഠപുസ്തകങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, ആവുന്നത്ര റസൂലിനെ മദ്ഹ് ചെയ്യുന്നുണ്ട്. പക്ഷേ മദ്ഹിനെ ഒരു കച്ചവടമാക്കുവാനോ, നിങ്ങൾക്കറിയുമോ സിദ്ദീഖ് മൗലൂദിൽ റസൂൽ നുണ പറഞ്ഞു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ നാവിലൂടെ കളവ് വന്നു എന്ന് സിദ്ദീഖ് മൗലൂദിലൂടെ എഴുതി വെച്ചത് എവിടത്തെ മദ്ഹാണെന്ന് തിരിയുന്നില്ല സഹോദരന്മാരെ. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി ഒരു രാത്രിയിൽ 40 തവണ ജനാബത്ത് കുളിക്കുന്നവനാണെന്ന് കറാമത്തായി എഴുതി വെച്ചത് എവിടത്തെ മദ്ഹാണെന്ന് മനസ്സിലാകുന്നില്ല. റിഫായി ഷെയ്ഖിനെ സംബന്ധിച്ച് എഴുതി വെച്ചിട്ടുള്ള പെരുങ്കള്ളക്കഥകളുടെ തന്റെ വയറ്റിൽ 6 മാസം കിടന്നപ്പോ ഉമ്മയോട് വിളിച്ചു പറയുകയാണ്, ഉമ്മയുടെ വയറ്റിലുള്ളത് അഹമ്മദ് കബീർ എന്ന് പറയുന്ന ആൺകുട്ടിയാണ്. മകൻ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഉമ്മ ചോദിക്കുകയാണ്, ആണോ പെണ്ണോ? വയറ്റിൽ വെച്ച് പറയുന്നു, മകനാണ്, പേര് അഹമ്മദ് കബീറാണ്. എന്നിട്ടോ 10-ാം മാസം എത്തിയപ്പോ കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ല. അല്ലാഹു തആല പറഞ്ഞു, അഹമ്മദ് കബീർ പുറത്തിറങ്ങോ. പക്ഷെ ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. റിഫായി മാലയാണ്. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്ക് വീട്ടിൽ പോയിട്ട്. 155 വക മൗലിദ് കിതാബൊക്കെ ഇല്ലേ വീട്ടിലെ? പുറത്തേക്ക് വരുന്നില്ല. പുറത്തേക്ക് വരാതായപ്പോ അള്ളാഹു പറഞ്ഞിട്ടും ഇറങ്ങുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മെൻ വയ്യാൽ വരുന്നവർക്കും 4 സ്വർഗം എഴുതി തരണം, 8 സ്വർഗത്തിന് 4 എഴുതി കൊടുക്കണം. അങ്ങനെ അല്ലാഹു തആല പ്രയാസപ്പെട്ടപ്പോ 4 സ്വർഗം എഴുതി കൊടുക്കാമെന്ന് പറയുകയും അങ്ങനെ റിഫായി ഷെയ്ഖിനെ മാതാവ് പ്രസവിക്കുകയും എന്നിട്ടോ വളർന്നു വലുതായപ്പോ ഇസ്മായിൽ കാക്കാടെ ഒരു തോട്ടം കണ്ടപ്പോ റിഫായി ഷെയ്ഖിന് അത് കിട്ടണമെന്നൊരു ആഗ്രഹം വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വിലയാണ് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വില വേണ്ട, എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി. അങ്ങനെ ഇദ്ദേഹം 4 സ്വർഗവും ഒരു തോട്ടത്തിന് വേണ്ടി എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തിട്ടോ അദ്ദേഹം പറഞ്ഞു, ഇതിന് എവിടെയാണ് ഉറപ്പുള്ളത്? അങ്ങനെ ഇദ്ദേഹം മരിച്ചപ്പോൾ ഇയാളുടെ ഖബറിൽ ഈ ലെറ്റർ കൂടെ മറവ് ചെയ്യുന്നു. അങ്ങനെ മരിച്ച് പിന്നെ ആ ലെറ്ററിന് മറുപടി വരികയാ ഖബറിന്റെ മേലെ, റിഫായി ഷെയ്ഖ് താങ്കൾ പറഞ്ഞ പോലെ 4 സ്വർഗം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയ മദ്ഹാണെന്ന് മനസ്സിലാകുന്നില്ല സഹോദരന്മാരെ. ഇതിനെ സമുദായത്തിൽ കൊണ്ടു നടക്കണോ അതോ വലിച്ചെറിയണോ? മുഹ്യിദ്ദീൻ ഷെയ്ഖ് കാലത്തിൽ ലോകത്തിലുടനീളം തൗഹീദ് പ്രബോധനം ചെയ്തിട്ട് ആ തൗഹീദിനെ അനുസരിക്കുന്നവരാണോ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പാത പിന്തുടരുന്നവർ? അതല്ല അദ്ദേഹത്തിന്റെ പേര് കാലങ്ങൾ കഴിഞ്ഞ് കെട്ടിവെക്കുന്നവരാണോ? ഇതൊക്കെ വൈരുദ്ധ്യങ്ങളുടെ കലവറകളാണ്. മൗലിദുകളിലൂടെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ രക്ഷപ്പെടാൻ കാരണം മുഹമ്മദ് നബിയാണ്. അതല്ല, ബഹജ കിതാബിലെത്തിയപ്പോൾ മുഹ്യിദ്ദീൻ ഷെയ്ഖാണ്. ഖുർആൻ പറഞ്ഞു അല്ലാഹുവാണ്. ഇബ്രാഹിം നബി നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോ ആ തീക്കുണ്ടാരത്തിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയത് മുഹമ്മദ് നബിയാണ്. മൻഖുസ് മൗലിദുൻ ശറഫ് ലനാ മൗലിദും. അതല്ല, മുഹ്യിദ്ദീൻ ഷെയ്ഖാണെന്ന ബഹുജ കിതാബ് അത് രണ്ടുമല്ല ഖുർആനാണെന്ന് പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവാണെന്ന പരിശുദ്ധ ഖുർആൻ. ഇതിലേത് നമ്മൾ സ്വീകരിക്കും? ഇതുകൊണ്ടാണ് മുജാഹിദുകൾ ഇതിനെ എതിർക്കുവാനുള്ള കാരണം. മാത്രമാണോ അല്ലാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യുന്ന യാ സയ്യിദ സാദാതി ജീതുക കാസിദാ അർജൂ ഹിമാക ഫലാ തുഖയ്യിബ മഖ്സദീ. നബി ഒരുപാട് തെറ്റുകളുടെ മേലെ വാഹനം കയറിയിട്ടുണ്ട് റസൂലേ.
അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്ന നബിയേ, അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്ന നബിയേ. ഇത് റസൂലിനോടുള്ള പ്രാർത്ഥനയാണെങ്കിൽ ആ റസൂല് തൗഹീദിന് വേണ്ടിയിട്ടാണ് ജീവിച്ചതെങ്കിൽ ഇത് റസൂലിനോടുള്ള സ്നേഹമാണോ അതോ റസൂലിനോടുള്ള ധിക്കാരമാണോ? എന്റെ സഹോദരന്മാർ ആലോചിച്ച് നോക്കിയേ, നാളെ റബ്ബിന്റെ മുന്നിൽ വരികയാ. രണ്ട് വിഭാഗം ആളുകളുമുണ്ട് അല്ലേ? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർക്ക് നേരെ കല്ലെറിയുന്നവരും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നവരും, രണ്ട് വിഭാഗം ആളുകളും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാവുകയാ. അള്ളാഹു തആല പറയുകയാ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ വിരോധമില്ല എന്നാണ് പറയുന്നത് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അള്ളാഹു മാത്രം പ്രാർത്ഥിച്ചു എന്നുള്ളതിന്റെ പേരിൽ മുജാഹിദുകളെ അള്ളാഹു തആല നരകത്തിലെറിയുമോ? ഇല്ല, ഒരിക്കലും സംഭവിക്കില്ല. ഇനി അടുത്ത വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കുക. പരിശുദ്ധ ഖുർആൻ ഇത്രയും കൃത്യമായി പറഞ്ഞ അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അള്ളാഹു തആല അവിടെ വെച്ച് പ്രഖ്യാപിക്കുമ്പോ അള്ളാഹു അല്ലാത്തവനോട് ദുആ ചെയ്തവന്റെ അവസ്ഥ എന്താ? ഒരിക്കലും മോചനമില്ലാതെ ശാശ്വതമായി നരകത്തിൽ കഴിയേണ്ടി വരില്ലേ? അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ ആലോചിക്ക്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വാക്കുകളെയല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, മറിച്ച് പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വാക്കുകളെ അവിടെ എന്ത് പറഞ്ഞു എന്നുള്ളതാ. ഞാൻ നിങ്ങളോട് ഖുർആൻ ഓതിയിട്ടാ പറഞ്ഞത്. ഒരു വാദാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ എത്ര ഖുർആൻ ആയത്ത് നിങ്ങൾ കേൾക്കേണ്ടി വരും? അത് ആശയങ്ങളുടെ ദാരിദ്ര്യവും ആശയങ്ങളുടെ സമ്പന്നതയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങണം. അപരിശുദ്ധ ഖുർആനിൽ പറയുന്ന വിഷയങ്ങൾ സമൂഹത്തിനോട് ഓരോ തെറ്റിലേക്ക് വഴിവെക്കുന്ന മരിച്ചുപോയവന്റെ ഖബറുകളെ ആരാധനയുടെ സങ്കേതമാക്കി മാറ്റുന്ന നാണം കെട്ട ഏർപ്പാട് ഇന്ന് മുസ്ലിം സമൂഹത്തിനുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഒരാളുടെ ഖബർ അയാളുടെ പോലീസ് കൊണ്ട് സ്വന്തമായി ഉയരുമായിരുന്നെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, ആ പ്രവാചകന്റെ ഖബർ എന്തുകൊണ്ട് ഉയർന്നില്ല? ഖബർ ഉയർത്തലാണ്, ഉയരലില്ല. റസൂലിന്റെ ഖബർ ഉയർത്താൻ കഴിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉയർന്നിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉയർന്നിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉയർന്നിട്ടില്ല. എന്തുകൊണ്ട് റസൂലിന്റെ ഖബർ ഉയർന്നില്ല? പ്രവാചകന്റെ വഫാത്തിന്റെ സന്ദർഭത്തില് ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ശാപവാക്കുന്നുണ്ട്, പ്രാർത്ഥനയും അല്ലാഹുവിന്റെ റസൂൽ നടത്തുകയാ. ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. യഹൂദികളെയും നസ്രാനികളെയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. കാരണം എന്ത്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അവരവരുടെ അമ്പിയാക്കളുടെ ഖബറുടെ, നബിമാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റി. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി ഈദാ, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ. അല്ലാഹുവേ, എന്റെ ഖബറിനെ ഒരു ആഘോഷമാക്കി മാറ്റില്ല നാഥാ. വലാ തജഅൽ ഖബരി വസനൻ യുഅബദ, എന്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി കൊണ്ട് മാറ്റല്ല നാഥാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഉയർത്തിയിട്ടില്ല. അവിടെ ചാരം മൂടുന്ന ഏർപ്പാടില്ല. അവിടെ ഖത്തമോദി പണം വാങ്ങുന്നില്ല. അവിടെ വെളിച്ചെണ്ണ കുടിപ്പിക്കുന്നില്ല. അവിടെ നിലവിളക്കില്ല. കാരണം എന്തേ? അവിടെ മുസ്ലിയാക്കന്മാരില്ല. അവിടെ സഖാഫികളില്ല. അവിടെ അഹ്സനിമാരില്ല. അതുകൊണ്ട് റസൂലിന്റെ ഖബർ ഉയർത്തിയില്ല. അവിടെ കച്ചവടം ചെയ്യുന്ന ഏർപ്പാടുകളില്ല. വാദ്യമേള ആഘോഷങ്ങൾ, കരിമരുന്ന പ്രയോഗങ്ങള് അള്ളാന്റെ മക്ബറയിൽ, അള്ളാന്റെ റസൂലിന്റെ മക്ബറയിലില്ല. കാരണം ആ റസൂലിന്റെ പ്രാർത്ഥനയാണ്, വലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമായി എന്റെ ഖബറിനെ നീ മാറ്റില്ല നാഥാ. റസൂൽ അങ്ങനെ പ്രാർത്ഥിച്ചു. ഖബറുകളെ ഉയർത്തരുത് എന്ന് നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യുദസ്സൽ ഖുബൂറ വഅയ്യഖദ അലൈഹി വഅയ്യബ്ന അലൈഹി, ഖബറുകളെ ഉയർത്തുന്നതിനെയും അതിന്റെ മേലെ കുമ്മായമിടുന്നതിനെയും അതിന്റെ മേലെ ഇരിക്കുന്നതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു. മക്കം ഫതീന് അലി റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയുന്നു, അലിയെ, ഉയർത്തപ്പെട്ടതായി ഖബറുകളെ തച്ചു തകർത്തിട്ടില്ലാതെ വിട്ടേച്ചു പോകാൻ പാടില്ല.
അലി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായി വന്നപ്പോ അബുൽ ഹയ്യാജുൽ അസ്ദി എന്ന് പറയുന്ന സ്വഹാബിയെ വിളിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം അബുൽ ഹയ്യാജ് ഞാൻ നിന്നെയും ഏൽപ്പിക്കുകയാ. അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തദാകബറ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ഉയർച്ചയുള്ളതായ ഖബറിനെ അതിനെ തച്ചു തകർത്തിട്ടില്ലാതെ വിട്ടേച്ചു പോകാൻ പാടില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളുടെ ഖബറുകളാണ്. അപ്പൊ സഹോദരന്മാരെ, ഇതൊക്കെ കച്ചവടങ്ങളാ. മലപ്പുറം ജില്ലയിലെ അയിലക്കാട് എന്ന് പറഞ്ഞൊരു ദർഗാ ഷരീഫുണ്ട്. ആ അയിലക്കാട് ദർഗയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നല്ല ഉയരത്തിലൊരു ദർഗ, അതിനോട് ചേർന്നൊരു നിലവിളക്ക്, അതിൽ വെളിച്ചെണ്ണ ഉണ്ട്, അത് ആളുകൾ വന്ന് മുക്കി കുടിക്കും. അതിനോട് ചേർന്ന് പച്ച നിറത്തിലൊരു പെട്ടി, അതിന്റെ മേലെ എഴുതി വെച്ചിരിക്കുകയാണ് ഖത്തം 1 400 രൂപ, ഹാഫ് ഖത്തം 200 രൂപ, യാസീൻ 1 50 രൂപ. സാധാരണ നമ്മൾ ഹോട്ടലിൽ കയറിയാൽ മെനു കാണലുള്ളൂ, ചില്ലി ഇത്ര രൂപ, ഹാഫ് ചില്ലി ഇത്ര രൂപ. ഇത് മക്ബറയിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുകയാണ്. ഇതുകൊണ്ട് ലാഭമെടുക്കുന്നവർ മറ്റു പലരുമാണ്. ഇത് സമൂഹം തിരിച്ചറിയേണ്ട ഒരു വിഷയം. മരിച്ച ആളുകൾക്ക് പണത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് കച്ചവടങ്ങളും മക്ബറകളുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കണം. നിലവിളക്ക് എന്നുള്ളത് ആരുടെ ആചാരമാണ് സഹോദരന്മാരെ? പണ്ടുകാലത്ത് പറയുമായിരുന്നു നിലവിളക്ക് എന്നുള്ളത് വെളിച്ചത്തിന് വേണ്ടിയിട്ടാ. ഇന്ന് ആധുനിക ടെക്നോളജി വികാസം പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ, നാഗരിക പുരോഗമനങ്ങൾ കൈവരിച്ച ഈ ഒരു കാലഘട്ടത്തിൽ വെളിച്ചത്തിന് വേണ്ടി നിലവിളക്കിന്റെ ആവശ്യമില്ലല്ലോ. പകൽ വെളിച്ചങ്ങളിൽ പോലും നിലവിളക്ക് കൊളുത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഇതൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ? കഴിഞ്ഞതിന് മുമ്പ് ഞാനൊരു രാഷ്ട്രീയമായ പരാമർശം നടത്തുകയില്ല. കഴിഞ്ഞതിന് മുമ്പ് ഇവിടെ UDF സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ കുഞ്ഞാലിക്കുട്ടിയോടൊരു ഗവൺമെന്റ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ നിലവിളക്ക് കൊളുത്താൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിലവിളക്ക് കൊളുത്തില്ല. കാരണം നിലവിളക്ക് എന്നുള്ളത് അഗ്നി ആരാധനയുടെ ചിഹ്നമാണ്. പല മുസ്ലിം നാമധാരികളും സാംസ്കാരിക നായകന്മാരും എഴുന്നേറ്റ് നിലവിളക്ക് കൊളുത്തിയാൽ എന്തേ? പക്ഷെ അദ്ദേഹം ഉറച്ചു നിന്ന്, ഞാനത് കൊളുത്തില്ല. കേരളത്തിലെ സുന്നി മുജാഹിദ് ജമാഅത്ത് ഭേദമന്യേ മുഴുവൻ മതസംഘടനകളും അന്ന് കുഞ്ഞാലിക്കുട്ടിയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, നിലവിളക്ക് അഗ്നി ആരാധനയുടെ ചിഹ്നമാണ്, അത് കൊളുത്താത്തതിനെ അദ്ദേഹത്തിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഴുവൻ മതസംഘടനകളും ഒന്നിച്ച് ഹറാമെന്ന് പറഞ്ഞ ഈ നിലവിളക്കിനെ ആരാണ് ഭാരതത്തിൽ കൊണ്ടുവന്നു വെച്ചത്? ഈ നിലക്ക് മുസ്ലിം സമുദായത്തെ വ്യക്തമായ ബഹുദൈവ ആരാധനയിലേക്ക് ഖബറിന്റെ രൂപത്തിലൂടെ നയിച്ചു കൊണ്ടുപോകുമ്പോ അത് അരുത്, അത് പാടില്ല എന്ന് പറയാൻ നട്ടലുള്ള ആൺകുട്ടികളുണ്ടോ? അതാണ് മുജാഹിദ് പ്രസ്ഥാനം. അതെ, അതല്ലാതെ ആരും ഇത് പറയാൻ ഇവിടെ ലഭിക്കില്ല. മതപണ്ഡിതന്മാര്, ഞാൻ ആലോചിച്ചു പോയതാ, ഏതാണ്ട് ഒരു പണ്ഡിതനെ കുറിച്ച് എനിക്ക് എന്റെ മനസ്സിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നു അല്ലേ? EK വിഭാഗത്തിന്റെ റഹ്മത്തുള്ള കാസിമി എന്ന് പറയുന്ന ഒരു പ്രഭാഷകനെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യം തൗഹീദ് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു മനുഷ്യനാണെന്ന്. പക്ഷേ ഇന്ന് അദ്ദേഹം മാറി മാറി, നിനക്കറിയുമോ, പെരിന്തൽമണ്ണക്കടുത്ത നാട്ടുകല്ലിൽ അഥവാ കല്ലിനെ ആരാധിക്കുന്ന സ്ഥലത്ത് അതിന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച മുമ്പ് അദ്ദേഹം 2 ദിവസം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തുടർച്ചയായി ഇവിടെ പ്രഭാഷണം നടത്തി. ഇതെന്തുകൊണ്ട് പണ്ഡിതന്മാർ ഇതിന്റെ അടുത്തേക്ക് പോകുന്നു? പാലക്കാട് പുത്തരിപ്പാടത്ത് വള്ളിയെയും പഴിയാർ പാളയത്ത് വേപ്പമരത്തെയും നാട്ടുകല്ലിലെ കല്ലിനെയും ആരാധിക്കുന്ന ഈ സമൂഹത്തെ എവിടേക്കാണ് പൗരോഹിത്യം നയിച്ചുകൊണ്ട് പോകുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, മുജാഹിദുകൾ ഖബർ സിയാറത്തിനെതിരല്ല. ഖബർ സിയാറത്ത് നിങ്ങൾ ചെയ്യണം. അതെന്തിനാ? അവിടെ പോയി പണം കൊടുക്കാനോ പണം വാങ്ങാനോ വെളിച്ചെണ്ണ കുടിക്കാനോ അല്ല. ഇവിടെ നിന്ന് ഹജ്ജിന് പോകുന്ന ഒരു സാധുവായ ഹാജിയാരെ ഇയാൾ 500 നോട്ട് മടക്കി കൈ പിടിക്കും. എന്തിനാ? റസൂലിന്റെ പെട്ടിയിലിടാൻ. അവിടെ മൊത്തം നടന്നാലും ആ പെട്ടി അവിടെ കാണില്ല. നിങ്ങൾ നോക്ക്. പിന്നെ അവസാനം പിന്നെ നിൽക്കണം, ഉസ്താദ് പറയും, നീ തെരഞ്ഞ കാണില്ല, എന്നിട്ട് തന്നോ, ഞാൻ ഇട്ടോളാം അല്ലേ? ആ ഒരു അവസ്ഥയ്ക്കെത്തും സമൂഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കച്ചവടങ്ങളെ എതിർക്കുന്നത് ഖബർ സിയാറത്തിനെതിരല്ല. ഖബർ സിയാറത്ത് കൊണ്ടുള്ള നേട്ടം മരണത്തെ ഓർമ്മിപ്പിക്കുവാന്, പരലോകത്തെ കുറിച്ച് ഓർക്കുവാന്, ഇഹലോകത്തിൽ വിരക്തി ഉണ്ടാക്കുവാന്. പ്രവാചകനെ കുറിച്ച് പറയുന്നു,
ഇന്നേവരെ ഖബർ സിയാറത്ത് ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് വിരോധിച്ചിരുന്നു. അലാ അറിഞ്ഞുകൊള്ളുക, ഫസൂറുഹാ അതിനെ നിങ്ങൾ സന്ദർശിക്കണേ. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത് അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കുമെന്ന്. മറ്റൊരിടത്തിൽ പറഞ്ഞു ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ അത് നിങ്ങൾക്ക് പരലോക സ്മരണ ഉണ്ടാക്കുവാനാ. മറ്റൊരിടത്ത് പറയുന്നു ഫഇന്നഹാ തസ്ഹദു ഫിദ്ദുനിയാ അത് നിങ്ങൾക്ക് ഭൗതികമായ ലോകത്ത് വിരക്തി ഉണ്ടാക്കുവാനാ. മറ്റൊരിടത്ത് പറഞ്ഞു നിങ്ങളുടെ കണ്ണുകളെ ഈർണയിപ്പിക്കുവാനാ. ഖബർ സിയാറത്ത് ചെയ്യുമ്പോ അവിടെ സലാം പറയുമെന്ത്? അസ്സലാമു അലൈക്കും ദാറഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് കൂടെ ചേരാനുള്ളവരാണ്. അല്ലേ, മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ. അവിടെ ചെന്ന് ഖബറാളിക്ക് വേണ്ടി, മരിച്ച ആൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, സലാം പറഞ്ഞ് തിരിച്ചുപോയി. ഇതല്ലേ ഇസ്ലാം പറഞ്ഞ ഖബർ സിയാറത്ത്? അതിന് മുജാഹിദുകൾ എതിരില്ല. നാളെ ഞാനും ഇതുപോലെ മണ്ണിൽ കിടക്കേണ്ടവനാണ് എന്ന ബോധമുണ്ടാക്കുവാനാ. ഇന്നൊരു ഖബർ സിയാറത്തിന് ആളുകൾ പോകുന്ന എന്തിനാ? മക്കളുണ്ടാകാത്ത പ്രയാസത്തിന്, കളവ് മുതൽ പോയ തിരിച്ചു കിട്ടാൻ, സത്യം ചെയ്യാൻ. സത്യം ചെയ്യേണ്ട അല്ലാഹുവിനോട് കൊണ്ടുപോയിട്ട് വന്ന് കയ്യുമ്പലും കാലുമ്പലൊക്കെ ചരട് കെട്ടുന്ന ഒരു സമ്പ്രദായം. എന്റെ സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും നിങ്ങളുടെ ഉസ്താദുമാരെ കയ്യിലോ കഴുത്തിലോ ചരട് കെട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും നിങ്ങളുടെ ഉസ്താദുമാര് കഴുത്തിലോ കയ്യുമ്മലോ ചരട് കെട്ടിയിട്ടുണ്ട്? അവരാരും കെട്ടില്ല. അതൊക്കെ ലോക്കൽ സുന്നികൾ മാത്രമേ കെട്ടുള്ളൂ. ഇവർ കെട്ടിക്കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. മൗലിദ് ഉസ്താദുമാര് വീട്ടിൽ ഓതലില്ല, പാവപ്പെട്ടവന്റെ വീട്ടിൽ പോയി ഓതി കൊടുക്കലേ ഉള്ളൂ. സാധാരണ കള്ളുഷാപ്പുകാരവര് കള്ളു കുടിക്കില്ല, കുടിപ്പിക്കലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സമൂഹം മാറിപ്പോവുകയാണ്. അത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പ്രവാചകൻ ഈ കയ്യിന്റെ മേലെ ചരട് കെട്ടുന്നതിനൊക്കെ റസൂല് വിരോധിച്ചതാ. ഹുദൈഫ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യാ, അദ്ദേഹം ഒരു രോഗിയുടെ അടുത്ത് സന്ദർശിക്കുവാൻ പോയപ്പോ അയാളുടെ കയ്യിൽ ഇങ്ങനെ തടവിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു നൂല് കണ്ടത്. ഇദ്ദേഹം ചോദിക്കുന്നത് എന്താ? അദ്ദേഹം പറഞ്ഞു റുഖിയലി ഫീഹി ഇതിൽ എനിക്ക് ശമനമുണ്ട്, അതിനു വേണ്ടി കിട്ടിയതാ. അദ്ദേഹം അത് കൈകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു അല്ലാഹുവാണ് സത്യം, ഇതുമൂലം നീ മരിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കില്ല. ആലോചിക്കണേ, ഈ നൂല് കൊണ്ട് നീ മരിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കില്ല. പ്രവാചകൻ കൈകൊണ്ട് പൊട്ടിച്ചു കൊടുത്തില്ല. 10 ആളുകള് റസൂലിന്റെ അടുക്കൽ വരിക, 9 ആൾക്കും റസൂല് കൈ കൊടുത്തു, ഒരു മനുഷ്യന് കൊടുത്തില്ല. കാരണം അയാളുടെ കയ്യിൽ ചരടുണ്ടായിരുന്നു. പ്രവാചകൻ പഠിപ്പിച്ചു. ഇതൊക്കെ സമൂഹം മനസ്സിലാക്കാനുള്ളതല്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, വാശിയും വൈരാഗ്യവും ഒക്കെ വെടിഞ്ഞ് പരലോക വിജയത്തിന് വേണ്ടി അധ്വാനിക്കുക. നമ്മൾ ആരും ഇവിടെ ശാശ്വതരായി ജീവിക്കാൻ വന്നവരല്ലല്ലോ. നമുക്കൊരു മരണമുണ്ട്, മരണശേഷം ഖബറിൽ ജീവിതമുണ്ട്. ഇവിടെ നമ്മളെ കൊണ്ട് ഓശാന പാടിച്ചവരോ, നമ്മളെ കൊണ്ട് ചെയ്യിച്ചവരോ, നമ്മളെ കൊണ്ട് കല്ലെറിയിച്ചവരോ ആരും നാളെ ഖബറിലേക്കില്ല. നാം അവിടെ ഒറ്റക്കായിരിക്കും. ആ ഒറ്റക്കായിരിക്കും. മലായികത്തുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. മരണത്തോടുകൂടിയും അവസാനിക്കുന്നില്ല, മറ്റൊരു ലോകത്തിലേക്ക് കടന്നു വരികയാ. ആ പരലോകത്തിൽ അവിടെ ആരെയുമില്ല. ഒറ്റക്കൊറ്റക്കായിക്കൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് നിങ്ങൾ വരപ്പെടവേ. ആരുമാരും രക്ഷിക്കാനില്ലാത്ത, ആരുമാരും സഹായിക്കാനില്ലാത്ത, ഒരു റെക്കമെൻഡോ ഒരു ശുപാർശയോ നടക്കാത്ത ഒരു ദിവസം നിങ്ങൾക്ക് മുന്നിൽ വരാനുണ്ടെങ്കിൽ ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. വിദഗ്ധകൾ ചെയ്തവനുണ്ടോ അവന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ ഹൗദുൽ കൗസർ മുക്കി കൊടുക്കുമ്പോ ഒരു ഭാഗം ആളുകളെ അല്ലാഹു തആല മാറ്റി നിർത്തുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നാദാ ഇവരെന്റെ സമുദായമാണ്, നാദാ ഈ മുഹമ്മദിന്റെ ഉമ്മത്താണെന്ന് പറയുമ്പോ അല്ലാഹു തആല പറയുന്നു, മുഹമ്മദേ നിന്റെ കാലശേഷം ഇവരെന്താണ് ചെയ്തത് എന്ന് നിനക്കറിയില്ല. നീ പഠിപ്പിക്കാത്ത ആചാരങ്ങളെ ചെയ്തവരാ. അതുകൊണ്ട് അവർക്ക് ഹൗദുൽ കൗസർ തന്നെ നിഷിദ്ധമാ.
പുതിയ പുതിയ ആചാരങ്ങൾ ചെയ്തവർക്ക് ഹൗദുൽ കൗസറില്ല. സഹോദരന്മാരെ, മുഹിയുദ്ദീൻമാലക്ക് പഴക്കം 400 കൊല്ലമേ ഉള്ളൂ. അതുപോലെ കുതുബിയ്യത്തിന്റെ പഴക്കം 600 കൊല്ലമാണ്. സബീനകളുടെ പഴക്കം മാക്സിമം 800 കൊല്ലമാണ്. ഇസ്ലാമിന്റെ ആചാരങ്ങളുടെ പഴക്കം അത് 1500 കൊല്ലമാണെങ്കിൽ റസൂലിന്റെ കാലത്തിലേക്ക് മടങ്ങാൻ മൗലിദ് ചെല്ലാത്ത, കുതുബിയ്യത്ത് ചെല്ലാത്ത, ഹദ്ദാദ് ചെല്ലാത്ത, റാത്തീബ് ചെല്ലാത്ത ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാ, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ്. ഇത് റസൂൽ പഠിപ്പിക്കുമ്പോ ആ റസൂലിന്റെ പാതയെ പിൻപറ്റിയാൽ, ആ സ്വഹാബത്തിന്റെ പാതയെ പിൻപറ്റിയാൽ നമുക്കും ആ സ്വർഗ്ഗത്തിലേക്ക് പോകാം. അല്ലേ സഹോദരന്മാരെ, തർക്കങ്ങൾ ധാരാളം ഉണ്ട്, സ്വാഭാവികമാണ്. എല്ലാ വിഷയങ്ങളിലും തർക്കങ്ങളാണ്. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം പ്രമാണത്തിലേക്ക് മടങ്ങി ഉചിതമായ തീരുമാനമെടുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന ഖുർആനിന്റെ 4-ാം അധ്യായം സൂറത്ത് നിസാഇന്റെ 59-ാമത്തെ ആയത്തിലൂടെ ഫഇൻ തനാസഅതും ഫി ഷൈഇൻ ഫറദ്ദുഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുക, അഥവാ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങി നിങ്ങൾ ഉചിതമായ തീരുമാനം കൈക്കൊള്ളണമെന്ന് ഒരു വട്ടം കൂടെ ഉണർത്തുകയാണ്. നിങ്ങൾ നാളെയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമമാക്കി ഈ ജീവിതത്തിൽ നിങ്ങൾ കാണണം. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഇവരെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.